ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ്. എനിക്ക് ഒരുപാട് ഓഫേഴ്സ് ആക്ച്വലി വരുന്നുണ്ട്, അല്ലാതെ തന്നെ മെയിൻ സ്ട്രീം മൂവീസിൽ നിന്നും. അവർ ഒക്കെ എന്നോട് സംസാരിക്കുന്ന ഒരു രീതി വേറെ ഒരു രീതിയാണ്. ഇതുവരെ ഉള്ള എല്ലാവരും, ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദം. പക്ഷെ അലൻ എന്നോട് വളരെ ഡീസൻ്റ് ആയിട്ടാണ് സംസാരിച്ചത്. ഈ ഷോർട്ട് ഫിലിംസൊക്കെ എടുക്കുന്നത് വേറെ ഒരു ദുരുദ്ദേശത്തിലാണ് ഇവരൊക്കെ ഈ ഷോർട്ട് ഫിലിം എടുക്കുന്ന രീതിയിലുള്ള കമൻസും കൂടെ ഉണ്ട്. യു ഗൈസ് ആർ ഡൂയിങ് സംതിങ് എൽസ് ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ്. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരും കൂടെ ഉണ്ട്. ഇപ്പോൾ പബ്ലിക്കായിട്ട് ആണിന് ഷർട്ട് ഇടാതെ വേണമെങ്കിൽ പുറത്ത് നടക്കാൻ പറ്റും, പക്ഷെ ഒരിക്കലും ഒരു പെൺകുട്ടീനെയും കൊണ്ട് അത് സാധിക്കത്തില്ല. സോ ഞാൻ ഒരുപാട് ആൾക്കാരെയും കൾച്ചേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഇവിടെ എനിക്കൊരു ബസ്സിൽ യാത്ര ചെയ്താൽ എനിക്ക് ബാഡ് അനുഭവമാണ്. ഇവിടെ ഡെയിലി ബേസിസിൽ ഒരു ബസ്സിൽ ഒരു സ്ത്രീയെങ്കിലും ഹറാസ്ഡ് സെക്ഷുവലി. ആൻഡ് യു ജഡ്ജ് എ പേഴ്സൺ അക്കോർഡിംഗ് ടു ദ ഡ്രസ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട ആൾ ഇങ്ങനെയാണ്, ദേ ആർ റൂഡ്. ആൻഡ് അവർ റൂഡ് മാത്രമല്ല, അവർ മോറലി അവരുടെ ക്യാരക്ടർ കുറച്ച് ലൂസാണ് എന്നുള്ളൊരു. സോ ഇതും നോർമൽ ശരീരഭാഗമാണ്. യുവർ മദർ ഓൾസോ ഹാസ് ദിസ്, യുവർ സിസ്റ്റർ ഓൾസോ ഹാസ്. നാളെ നിൻ്റെ കുട്ടിക്കും ഉണ്ടാകും. ഒരു പെർട്ടിക്കുലർ കമൻറ്റ് വന്നപ്പോഴാണ് ആക്ച്വലി ഞാൻ കരഞ്ഞത്. എന്ത് പാലാരിവട്ടം പാലോ വൈറ്റില പാലോ ആയതുകൊണ്ടോ അതിൻ്റെ അടിയിൽ നിൽക്കുന്ന സ്ത്രീകളെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക്, ഓപ്പൺ ഹാർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രോളെന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രോള്, കുറേ നെഗറ്റീവ് കമൻറ്റ്സ്. പക്ഷെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ആ വ്യക്തിയുടെ നായികയായിട്ട് വന്നു എന്ന്. അപ്പോൾ ഇതിനുള്ള ഉത്തരങ്ങളൊക്കെ നമുക്ക് തരാൻ നമ്മളോടൊപ്പം ഇന്ന് ആ വ്യക്തി എത്തിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഡോക്ടർ പമ്പ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓൾ ഗുഡ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ വന്നു ഈ ഇൻ്റർവ്യൂവിനായിട്ട്. കുറേ ദിവസമായിട്ട് എയർ തന്നെയാണല്ലോ, താഴത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ. മനഃപൂർവ്വമല്ല, കേറ്റുന്നതാണ് എല്ലാവരും കൂടെ കൂടിയിട്ട്. പുതിയ ഷോർട്ട് ഫിലിമൊക്കെ കഴിഞ്ഞ ദിവസം റിലീസായി. അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ പറഞ്ഞ അലൻ്റെ വർക്കിലാണ് കാണുന്നത്. പക്ഷെ ഒരു മോഡലാണ്, ഡോക്ടറാണ്. അതുമാത്രമല്ല ഇപ്പം റീസെൻ്റ്ലി ഒരു പാട്ടും പാടി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. പാട്ടാണ് നിർബന്ധിച്ച് പാടിച്ചതാണ്. കലാപ്രതിഭയാണ്, ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം അലനെ പരിചയപ്പെട്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത്രയും റീച്ചിലേക്ക് എത്തിപ്പെട്ട് വരുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും ഉള്ളൊരു സംശയം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ ആദ്യം. ഡോക്ടർ പമ്പ അലൻ എടുത്തെടുത്ത് പറയാറുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ വെറും ഒരു അതെ വെറും എന്ന് പറയാൻ പറ്റില്ല, MBBS മാത്രമാണോ അതോ എന്തിലെങ്കിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ? സൈക്കാട്രി. എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കമ്പം വന്നതാണോ? എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇത്രയും റീച്ചിലേക്ക് എത്തണം, അല്ലെങ്കിൽ വൈറലാകണം, അങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ വന്നത്? ആക്ച്വലി ഞാൻ നേരത്തെ മോഡലായിരുന്നു, പിന്നെ ഒരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ബട്ട് ദെൻ അഗൈൻ ഞാൻ കുറച്ച് മോഡലിങ് എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ, ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെയാണ് ഞാൻ ഐറ മീഡിയയിൽ റീക്രിയേഷൻ വീഡിയോസ് കണ്ടത്. അപ്പോൾ പുള്ളിയുടെ റീക്രിയേഷൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് നജീബിക്കയുടെ റീക്രിയേഷൻസ് ആയിരുന്നു. അപ്പോൾ പുള്ളി ഡിറ്റോ ആയി ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഈവൻ ഡ്രസ്സിങ്, കോസ്റ്റ്യൂംസ് ആണെങ്കിലും, ഈവൻ ലുക്ക് ഓഫ് ദി ക്യാരക്ടേഴ്സ് എല്ലാം പുള്ളി വളരെ ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന് വേണം പറയാം. സോ ഐ കോണ്ടാക്റ്റഡ് ഹിം. ഐ വാണ്ടഡ് ടു ഡു എ റീക്രിയേഷൻ. സോങ്സ് ഒക്കെ പുള്ളി തന്നെ സജസ്റ്റ് ചെയ്ത്. ആൻഡ് അവിടം തൊട്ടാണ് വൈറലാവാൻ തുടങ്ങിയത്. അതെ, അലനുമായിട്ട് എല്ലാവരും ഇപ്പം മലയാളക്കരയിലുള്ള എല്ലാവരും അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിച്ചത് എന്നേരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ അലനായിട്ട് വർക്ക് ചെയ്യാൻ നേരത്തെ അതിൻ്റെ ഉള്ള കമൻസ് ഒക്കെ വായിച്ചിട്ടുണ്ടോ?
ഞാൻ ഒട്ടുമിക്ക കമൻസും വായിക്കാറുണ്ട്. അതിലെല്ലാവരും ചോദിക്കുന്നുണ്ട്, യോ ഈ കുട്ടിക്ക് എന്താണ്, ഈ കുട്ടിക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കമന്റ്സ് ആണ് വന്നേക്കുന്നത്. അപ്പൊ വീട്ടിലാരും, അല്ലെങ്കിൽ വീട്ടിൽ ആരൊക്കെയുണ്ട്, ആദ്യം അത് ചോദിക്കട്ടെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ മാരീഡ് ആണ്, മോളുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ഫാമിലി ഇപ്പോൾ തൃപ്പൂണിത്തുറയാണ്. പേരൻസ് ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, മാരീഡ് ആണ്. അലൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പോണേന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ എന്താ പറഞ്ഞത് ആദ്യം? ആക്ച്വലി എൻ്റെ പേരൻസിന് എന്നെ നന്നായിട്ട് അറിയാം, എൻ്റെ ഫാമിലിക്ക് തന്നെ നന്നായിട്ട് അറിയാം. ദാറ്റ് ഞാനൊരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് തോട്ട് അബൌട്ട് ഇറ്റ് എന്ന്. ഞാൻ ആലോചിച്ചായിരിക്കും അത് തീരുമാനിച്ചിട്ടുണ്ടാവുക എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവരങ്ങനെ എന്നെ തീരുമാനങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. ഇല്ല, ഞാൻ അങ്ങനെ എടുത്തു ചോദിക്കാനുള്ളൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അലന് എപ്പോഴും ഒരു പോസിറ്റീവ് പബ്ലിസിറ്റി അല്ല ഉള്ളത്, നെഗറ്റീവ് പബ്ലിസിറ്റി ഉള്ള ഒരാളാണ്. കാരണം എല്ലാവരും കോമാളിത്തരം കാണിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു വ്യൂവിലാണ് അലൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളെല്ലാവരും, ഇറ്റ് മീൻസ് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന എല്ലാവരും നമുക്ക് കമൻറ്റ് ബോക്സ് വായിക്കുമ്പോൾ തന്നെ അറിയാം. കാരണം പ്രേക്ഷകരാണല്ലോ കമൻറ്റ് ഇടുന്നത്. അപ്പം അങ്ങനെ ഒരാളെ ചൂസ് ചെയ്യുമ്പം അതിന് അസാമാന്യ ധൈര്യമൊന്നും പോരാ. കാരണം നമ്മുടെ ഫാമിലി, നമ്മുടെ കുട്ടി, ഇതിനെക്കുറിച്ചൊക്കെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ ചിന്തിക്കാതെ നമുക്ക് ഒരിക്കലും എടുത്തു ചാടാൻ പറ്റില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടത്? ഓക്കെ ചെയ്യാം, അല്ല ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് തോന്നിയ തോട്ട് അത് എവിടെ നിന്ന് വന്നു? വെൻ ഹി കോൺടാക്റ്റഡ് മീ, എന്നെ വിളിച്ചിട്ടില്ല. ആക്ച്വലി എന്നെ ഫോണിൽ വിളിച്ചില്ല. ഫസ്റ്റ് നമ്മൾ റീൽ ചെയ്യുന്ന സമയത്ത് തന്നെ എന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല. ഇൻസ്റ്റഗ്രാം വഴി കോൺടാക്റ്റ് ചെയ്തു, എനിക്ക് മെസ്സേജ് അയച്ചു, നേരെ ഇത്ര പേയ്മെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു, സെൻഡ് മീ ദ ലൊക്കേഷൻ, ടൈം, ഇത്രയും കാര്യങ്ങളും. എനിക്ക് ഒരുപാട് ഓഫേഴ്സ് ആക്ച്വലി വരുന്നുണ്ട്, അല്ലാതെ തന്നെ മെയിൻ സ്ട്രീം മൂവീസിൽ നിന്നും ചെറിയ ചെറിയ റോൾസ് ആണെങ്കിലും. ബട്ട് അവർ ഒക്കെ എന്നോട് സംസാരിക്കുന്ന ഒരു രീതി വേറെ ഒരു രീതിയാണ്. ഇതുവരെ ഉള്ള എല്ലാവരും, ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദം. പക്ഷെ അലൻ എന്നോട് വളരെ ഡീസൻ്റ് ആയിട്ടാണ് സംസാരിച്ചത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം. ഞാൻ എല്ലാവരും ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും പറയുമ്പോൾ, എല്ലാവരും അങ്ങനെ ആയിരിക്കുമോ എന്ന്. പക്ഷേ ഞാൻ പറയുകയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു ഫ്ലേർട്ടേഷ്യസ് രീതിയിലാണ് സംസാരിച്ചത്. ആദ്യം ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ മൂവി എന്ന് പറഞ്ഞു വരും, ആൻഡ് ദെൻ ദേ വേസ്റ്റ് എ ലോട്ട് ഓഫ് മൈ ടൈം. എൻ്റെ സമയം കളയുക, വേറെ പല കാര്യങ്ങളും അനാവശ്യമായി സംസാരിക്കുക. അപ്പോൾ അലൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മോശമായിട്ടൊരു പെരുമാറ്റം എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു വ്യക്തിയെ അസസ് ചെയ്യുന്നത് പൊതുജനാഭിപ്രായത്തിലോ അല്ലെങ്കിൽ അവരെ പറ്റി മറ്റൊരു ആളുടെ അഭിപ്രായത്തിനെ അല്ല ഞാൻ മാനിക്കുന്നത്. എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യമാവണം ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് ഗുഡ്, ബാഡ്, ഇഫ് എനിക്കതിൽ അയാളുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് ഒരു 100 പേരിൽ 99 പേരും അയാളെ കുറ്റം പറയുകയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് ഫസ്റ്റ് ഹാൻഡായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ഒരു വ്യക്തിയിൽ കുറവുകളുണ്ടാവും. ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഇറ്റ്സ് വെരി ഹാർഡ് തിങ് ടു ഡു. അത് കോമാളി കളിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പല തമാശകളും. ശരിക്കും തമാശകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫാറ്റ് ഷെയിം ചെയ്തിട്ടായിരിക്കും തമാശ, അല്ലെങ്കിൽ കളർ ഡിസ്ക്രിമിനേഷൻ ചെയ്തിട്ടായിരിക്കും തമാശ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അവിഹിതം സ്ത്രീകളെ കുറ്റം പറഞ്ഞുള്ള കുറേ കോമഡികൾ ഒരുപാട് പേര് അതിനും ചിരിക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു നിസാര കോമാളിത്തരമല്ലേ. ഈസ് നോട്ട് ഹേർട്ടിങ് എനിബഡി, ആരെയും വിഷമിപ്പിക്കുന്നില്ല, സ്വയം അങ്ങോട്ട് കോമാളി വേഷം കെട്ടുന്നതേ ഉള്ളൂ. അതെ, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇപ്പം ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഇത് ഇറങ്ങിയപ്പോഴായാലും ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്ത് കണ്ടിട്ടാവാ ഈ പെൺകൊച്ചി ഇത് ചെയ്തിരിക്കുന്നത്, എന്ത് മെസ്സേജ് കൊടുക്കാനായിരിക്കാം, എന്ത് മെസ്സേജാണ് ആക്ച്വലി പമ്പ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രേക്ഷകർക്ക്? ഒന്ന്, ഞാൻ വളരെ ഐ ലൈക്ക് ഫെയിം. അത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന പലരും ഞാൻ ഫെയിം ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് നോൺസെൻസ് എന്ന് ഞാൻ പറയും. നമ്മൾ ഫെയിം ഉദ്ദേശിച്ചിട്ടായിരിക്കണമല്ലോ നമ്മൾ മീഡിയയിലോട്ടോ അല്ലെങ്കിൽ ആക്ടിങ്ങിലോട്ടോ ഒക്കെ ഇറങ്ങുന്നത്. ആക്ടിങ് ചിലപ്പം അഭിനയം ഇഷ്ടമുള്ളതുകൊണ്ടാവാം. പക്ഷേ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആവുകയാണെങ്കിൽ ഫെയിം ഇല്ലാതെ കാര്യം നടക്കില്ലല്ലോ. ഹീ ഹാസ് ഗോട്ട് ദ റീച്ച് ഒന്ന്, ആൻഡ് ദെൻ ഞാൻ കംഫർട്ടബിളാണ് വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ അലൻ്റെ അടുത്തൊരു ടൈം, ഇപ്പോൾ 11 o'clock ഒരു സ്ഥലത്ത് എത്തണം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ അലൻ തീരുമാനിക്കുകയാണ്, ഹിൽ ബി ദെയർ ഓൺ ഡോട്ട്. അങ്ങനെയുള്ള വളരെ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അലനോട് സംസാരിക്കുകയാണെങ്കിൽ ഫുൾ ടൈം വർക്കിനെ പറ്റി മാത്രമാണ് സംസാരിക്കുന്നതും. സോ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ആൻഡ് ഹീ ഈസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. മുമ്പത്തെ ഷോർട്ട് ഫിലിം
ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് കാണുകയാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആള്. ആൻഡ് ഐ തിങ്ക് ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ. റൈറ്റേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് തിരക്കഥ കൃത്തുവാണ്, ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഐ തിങ്ക് ഹി ഹാസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് ഹി ക്യാൻ ഇംപ്രൂവ്. അപ്പോൾ അങ്ങനെ ഒരു ജേർണിയിൽ തുടർന്ന് നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ഐ വിൽ ബി ദെയർ. അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോടൊക്കെ എന്താ പറയാനുള്ളത്? അലനെ ജഡ്ജ് ചെയ്ത് വെച്ചിട്ടാണ് അവരെ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? അവർ ഐ തിങ്ക് ഇറ്റ്സ് എ സാഡിസ്റ്റിക് മെൻറ്റാലിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ ഒരു മാനേജർ നമ്മളെ വഴക്ക് പറയുമ്പോഴത്തേക്കും നമ്മൾ മാനേജറിൻ്റെ GM പോയിട്ട് നമ്മൾ വഴക്ക് പറയില്ല. നമ്മൾ നെക്സ്റ്റ് ചിലപ്പോൾ നമ്മുടെ സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് ആ ദേഷ്യം ചിലപ്പോൾ തീർക്കും. അങ്ങനെ എല്ലാവരും അങ്ങനെയല്ല, സം ഓഫ് ദം അങ്ങനെ തീർക്കും. അവർ പോയിട്ട് വൈഫിൻ്റെ അടുത്ത് തീർക്കും, വൈഫ് പോയിട്ട് കുട്ടിയുടെ അടുത്ത് തീർക്കും, കുട്ടി പോയിട്ട് ഡോഗിൻ്റെ അടുത്ത് തീർക്കാം. നമ്മളെക്കാളും താഴെയാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് അധികാരം ഉണ്ട് ഒരാളുടെ മുകളിലെന്ന് തോന്നുന്ന വ്യക്തിയെ നമ്മൾ ഒന്നും കൂടി താറടിക്കാൻ നോക്കുന്നത്. ഐ തിങ്ക് ഐ ഫീൽ ലൈക്ക് ഒരു ആൾ കോമാളി കാണിച്ചോട്ടെ, എന്ത് കാണിച്ചോട്ടെ, എവ്രിബഡി നീഡ്സ് എ ബേസിക് എമൗണ്ട് ഓഫ് റെസ്പെക്റ്റ്. അത് കാണിക്കുന്നില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്, അത് അലൻ്റെ കുഴപ്പമല്ല. ഞാൻ ഇപ്പോൾ നമ്മളാരെങ്കിലും പോയി തെറി എഴുതുമോ ഏതെങ്കിലും അതിൻ്റെ അടിയിൽ പോയിട്ട്? ഇങ്ങനെ എഴുതുന്ന ആൾക്കാർക്കും they don't have the guts, to use their real account also. Most of them are fake. അതിനുള്ള ഗട്ട്സ് പോലും അവർക്കില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് കമൻസും ഇടാം. അതായത് നിങ്ങളുടെ സ്റ്റോറി പോരാ, നിങ്ങൾ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, വി വോണ്ട് ടു സീ എ ബെറ്റർ വേർഷൻ ഓഫ് യു, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇവിടെ അതൊന്നും അല്ല നമ്മൾ കാണുന്നത്, അതൊന്നും അല്ല. ഇപ്പോൾ എന്താ പറയുക, അലൻ വേണമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കാം എടുത്തിട്ട് ചിലപ്പോൾ ട്രോളാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അലൻ്റെ അടുത്ത് നേരിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ച സമയത്തും അലൻ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത് ആ കാര്യത്തിലാണെന്ന് പറഞ്ഞു. ആക്ച്വലി സോഷ്യൽ മീഡിയാസിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാർ എന്തോരം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ ആ വാക്കുകളിൽ നിന്ന് കേട്ട് കഴിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർ ഒരാളെ കൊണ്ടേ എത്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാവുന്നില്ല ഇത് കേൾക്കുന്ന ആ വ്യക്തി അല്ലെങ്കിൽ അലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ഏത് രീതിയിൽ എടുക്കും, അല്ലെങ്കിൽ അയാൾ ഏത് രീതിയിൽ ഇതൊക്കെ ബാധിക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ അലനെയും കൊണ്ടൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. പുള്ളി ഒരിക്കലും ഇതിലൊന്നും ഡെസ്പാകുന്ന വ്യക്തിയല്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഡെസ്പാകുന്ന വ്യക്തിയാണ്, ബട്ട് ദെൻ ഹീ ഈസ് വളരെ പാഷനേറ്റഡ് ആണ് വർക്കിലോട്. അത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ലീഡ് ചെയ്യാനുള്ള ആളുകളുണ്ടെങ്കിൽ ഹീ വിൽ ഡു ഇറ്റ് ബെറ്റർ. വിഷമിക്കുന്ന ആൾ തന്നെയാണ്, ബട്ട് ദെൻ ഹീ വിൽ ഫർഗെറ്റ് ഇറ്റ് ആഫ്റ്റർ സം ടൈം. എന്നാലും വിഷമമുണ്ട്, പേടിയുണ്ട്, പൊതുജന മധ്യത്തിലോട്ട് ഇറങ്ങാനുള്ള പേടിയുണ്ട്. നമ്മൾ ബാംഗ്ലൂർ വി വെന്റ് ഔട്ട് ടു പാർട്ടി, നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിമിൻ്റെ. ദെൻ സം പീപ്പിൾ സ്റ്റാർട്ടഡ് സറൗണ്ടിങ് ഹിം. മലയാളീസ്, ബാംഗ്ലൂർ ഒത്തിരി മലയാളീസ് ഉണ്ടല്ലോ. ദേ സ്റ്റാർട്ടഡ് സറൗണ്ടിങ്, അങ്ങനെ ഫോട്ടോ എടുക്കണം എന്ന് വാശി പിടിക്കുന്നു. ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. ഫോട്ടോ കൂടെ എടുത്തേ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കുക, ചീത്ത വിളിക്കുക. പീപ്പിൾ സ്റ്റാർട്ടഡ് സറൗണ്ടിങ് ഹിം. അപ്പോൾ അതൊക്കെ ഒരു വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. ഈ സ്കേഡ്, പേടിയുണ്ട് ആൾക്ക്, പുറത്തേക്ക് ഇറങ്ങാനും ഒരു ഫോൺ കോൾ എടുക്കാനും പേടിയുണ്ട്. അതിനി ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണോ ആൾക്കാർ വിളിക്കുന്നതെന്നൊക്കെ അങ്ങനെയുള്ള പേടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരാളെ ടോർച്ചർ ചെയ്യുന്ന രീതിക്കാണ് ഇപ്പോഴത്തെ നിലവിൽ സോഷ്യൽ മീഡിയയിൽ പോകുന്നതെന്ന് പറയാം. അതെ, പക്ഷെ അയാളിപ്പോൾ ഏത് വ്യക്തിയോ ആയിക്കോട്ടെ, എങ്ങനെ ബിഹേവ് ചെയ്യുന്ന വ്യക്തിയോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ സമീപിക്കുന്ന സമീപനമാണ് മാറ്റേണ്ടതെന്നാണ് പമ്പ പറയുന്നത്, അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? പിന്നെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള ഷോർട്ട് ഫിലിംസിൻ്റെ കഥയ്ക്കും കുറവുകൾ കാണും. സ്റ്റോറീസ് ആണെങ്കിലും അഭിനേതാക്കൾക്കാണെങ്കിലും കുറവുകൾ കാണും. അപ്പം നമ്മൾ ഈ ഷോർട്ട് ഫിലിംസൊക്കെ എടുക്കുന്നത് വേറെ ഒരു ദുരുദ്ദേശത്തിലാണ് ഇവരൊക്കെ ഈ ഷോർട്ട് ഫിലിം എടുക്കുന്നതെന്ന രീതിയിലുള്ള കമൻസും കൂടി ഉണ്ട്. അതായത് നിങ്ങൾ വേറെ അഭിനയിക്കാൻ വേണ്ടി ഒന്നുമല്ല, യു ഗൈസ് ആർ ഡൂയിങ് സംതിങ് എൽസ് ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ്. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരും കൂടി ഉണ്ട്. തെറി പറയുന്ന, കുറ്റം പറയുന്ന ഒന്ന്,
ഈ നെഗറ്റീവ് കമൻസിൽ വേറൊരു വിഭാഗം കൂടെ ഉണ്ട്. ഒരു ആണും പെണ്ണും ആകുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലെ ബന്ധം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിച്ച് കമൻ്റ് എഴുതുന്ന ഒത്തിരി പേരുണ്ട്. മേ ബി ദേ ആർ സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡ്, എനിക്കറിയില്ല. വാട്ട് എവർ ഇസ് ദ റീസൺ. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പമ്പയോട് ചോദിച്ചറിയാം. നമ്മളിപ്പോൾ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. പക്ഷേ അതിനിടയ്ക്ക് എനിക്കൊരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പമ്പ അല്പം കുറച്ച് മോഡേൺ ആയിട്ട് ഡ്രസ്സൊക്കെ ധരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലെ കമൻറ്റ്സ് ഞാൻ കുറേ വായിച്ചു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളികളാണ് അതിനകത്ത് കമൻറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. അവരുടെ ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊരു ഞാനൊരു ബ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ മലയാളികൾ ഇങ്ങനെ നമ്മൾക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിംഗ് ആണ് ചെയ്യുന്നത്, അതൊന്നും നോക്കാതെ ഡ്രസ്സ് മാത്രം നോക്കി കമൻസ് എഴുതുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എനിക്കൊരു ചലഞ്ചായിട്ട് തോന്നാറുണ്ട് ചിലപ്പം. അതായത് ഒരു വിഭാഗം ആളുകൾക്ക്, മേ ബി ആണുങ്ങളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, ദേ ആർ ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ് അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ്, അല്ലെങ്കിൽ അവർക്ക് വികാരം കൊള്ളുന്നു ചില ശരീരഭാഗങ്ങൾ കാണുമ്പോൾ. അതാണോ ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ ഏത് ഡ്രസ്സാണ് ധരിക്കേണ്ടതെന്ന്? നമ്മൾ വസ്ത്രത്തിൻ്റെ ഒരു വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡ്രസ്സ്? ഒന്ന് നമ്മൾ ചൂട് തണുപ്പിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നവഡേയ്സ് ഇറ്റ്സ് അബൌട്ട് ഫാഷൻ ഓൾസോ. പിന്നെ നമ്മൾ സ്ത്രീകൾ മെയിൻലി ഡ്രസ്സ് ഇടുന്നതിൻ്റെ കാര്യം എന്താ? ക്യാറ്റ് കോളിങ് നിർത്തുക, റേപ്പ് അവോയ്ഡ് ചെയ്യുക, മറ്റുള്ളവരുടെ വികാരങ്ങൾ നോക്കിയിട്ട്, മെയിൻലി ആണുങ്ങളുടെ വികാരം നോക്കിയിട്ടാണല്ലോ നമ്മൾ ഡ്രസ്സ് ഇടുന്നത്. അവർക്ക് വികാരം കൊള്ളരുത് എന്നുള്ള രീതിയിൽ. സോ ആ രീതി മാറണം എന്നാണ്. ഞാനൊരു റിബലാന്ന് വിചാരിച്ചോട്ടെ, കുഴപ്പമില്ല. അല്ല, ഈ കൺസേണൊക്കെ നേരെ തിരിച്ച് അവർക്കും വേണമെങ്കിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പബ്ലിക്കായിട്ട് ആണിന് ഷർട്ട് ഇടാതെ വേണമെങ്കിൽ പുറത്ത് നടക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഒരു പെൺകുട്ടീനെയും കൊണ്ട് അത് സാധിക്കത്തില്ല. ഈ പറയണ അതേ ഫീലിങ്സ് ഒക്കെ ഒരു ലേഡിക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെയാണ് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം. കാരണം അവർക്ക് ഇമോഷൻസ് എന്താ പറയണത്, പെട്ടെന്ന് ഇൻസ്റ്റൻ്റലി ഉണ്ടാവുന്നതാണ് ഹോർമോൺ ചേഞ്ച്. പക്ഷേ സ്ത്രീകൾക്കതെപ്പോഴും മാനസികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് വരുന്ന ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് അവർക്കൊരിക്കലും വേറെ ആളോട് ആ ഒരു ഇഷ്ടമോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്നൊരു സെക്ഷുവലി ഒരു ഇതോ ഒന്നും തോന്നത്തില്ല. പക്ഷേ ഇത് ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതായത് നമുക്കൊരു ബേസിക് റെസ്പെക്റ്റ് വേണമല്ലോ. അതായത് അവരുടെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതെന്നുള്ളത്. ഞാൻ ബീച്ചിൽ ഇപ്പോൾ ബിക്കിനി ഷൂട്ട് ചെയ്തത്, അല്ലാതെ ഇറ്റ്സ് നോട്ട് ഇൻ എ മോൾ, റോഡിലോ ഒന്നും. കല്യാണത്തിനൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൂടി വരണം എന്നാണ്. യു വേ വാട്ട് എവർ യു വാണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ്, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കമൻറ്റ്, അപ്പം കേരളത്തിൽ എത്രയോ ബീച്ചുകളുണ്ട്, അവരാരും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടല്ലല്ലോ നടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുള്ളത് കൊണ്ടായിരിക്കും അവിടെ, നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും. ഇറ്റ്സ് ആൻ ഓണസ്റ്റ് ആൻസർ. അല്ലാതെ പുള്ളിയെ വ്യക്തിപരമായി കളിയാക്കാൻ പറഞ്ഞല്ലേ. ഇറ്റ് ഈസ് ആൻ ഓണസ്റ്റ് ആൻസർ. പലരും പേടിച്ചിട്ടല്ലേ. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദം വുഡ് വോണ്ട് ടു വെയർ വാട്ട് എവർ ദേ വോണ്ട്. പക്ഷേ പലപ്പോഴും പേടിച്ചിട്ടായിരിക്കുമല്ലോ. അതെ, അതായത് വീട്ടിൽ എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, അങ്ങനെയുള്ള ഒരു പേടി കൊണ്ടായിരിക്കുമല്ലോ. ഞാൻ ഇന്ത്യയിൽ പല സ്ഥലത്തായിട്ട് വളർന്നത്. സോ എനിക്ക് തോന്നുന്നു ഞാൻ പല കൾച്ചേഴ്സും പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിക്കാത്തൊരു സ്ഥലം എന്ന് പറയുമ്പോൾ ഗുജറാത്തും കാശ്മീരും മാത്രമേ ഉള്ളൂ. എക്സെപ്റ്റ് ദാറ്റ് ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട്. സോ ഞാൻ ഒരുപാട് ആൾക്കാരെയും കൾച്ചേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്, ഇവിടെ എനിക്കൊരു ബസ്സിൽ യാത്ര ചെയ്താൽ എനിക്ക് ബാഡ് അനുഭവമാണ്. ചെറുപ്പത്തിൽ തൊട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഡ്രസ്സിങ് ഞാൻ മാറി ചെയ്തതിന് ശേഷമാണ് എന്നുള്ള കമൻസ് ഒഴിവാക്കണം. അതിന് മുന്നേ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആ അനുഭവം എനിക്ക് ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പം അവിടെ വളരെ ക്രൂവലായിട്ടുള്ള റേപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഓണസ്റ്റ്ലി. പക്ഷേ ഞാൻ പറയുന്നത് ഒരു ശരാശരി ഡെയിലി നടക്കുന്നൊരു കാര്യമല്ലല്ലോ. വെൻ ഇറ്റ് ഗെറ്റ്സ് സെൻസേഷണലൈസ്ഡ് നമ്മൾ അറിയുന്നു.
പക്ഷേ ഇവിടെ ഡെയിലി ബേസിസിൽ ഒരു ബസ്സിൽ ഒരു സ്ത്രീയെങ്കിലും ഹറാസ്ഡ് സെക്ഷുവലി, കാറ്റ് കോളിങ്. അത് ഇപ്പോൾ മൊത്തം ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഓണസ്റ്റ്ലി വളരെ കൂടുതലാണ്. അതും ഏറ്റവും കൂടുതൽ എന്താ പറയുക, പുരോഗമനവാദം സംസാരിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ. ഒരു ഫീമെയിൽ ടു മെയിൽ റേഷ്യോ കൂടുതലുള്ള ഒരു സ്ഥലമാണ് കേരളം. എന്നിട്ട് കൂടിയും ഇനിയും ഒരുപാട് മാറണം എന്നാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. ആൻഡ് യു ജഡ്ജ് എ പേഴ്സൺ അക്കോർഡിംഗ് ടു ദ ഡ്രസ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട ആൾ ഇങ്ങനെയാണ്, ദേ ആർ റൂഡ്. ആൻഡ് അവർ റൂഡ് മാത്രമല്ല, അവർ മോറലി അവരുടെ ക്യാരക്ടർ കുറച്ച് ലൂസാണെന്നുള്ളൊരു അങ്ങനെ കൂടെ ഒരു ഇതുണ്ട്, മീനിങ് ഉണ്ട് ഇപ്പോൾ. യാ, അത് മലയാളികൾക്കുള്ളൊരു പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ഇതുപോലെയൊക്കെ തന്നെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കും ഇപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാനും ആക്സെപ്റ്റ് ചെയ്യാനും ഒന്നും പറ്റിയൊരു കാലഘട്ടത്തിലല്ല എന്ന് തോന്നുന്നു ഇപ്പോഴും എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ സ്കൂളുകളിൽ തന്നെ നമ്മൾ ഇത്രയും അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കൊടുത്തേച്ചിട്ടും, അതായത് ഒരു മാറ്റം എന്ന് വരുന്നത് ഇപ്പോഴും നമുക്കിടയിലേക്ക് വന്നിട്ടില്ല അല്ലേ? അതെ, അതായത് ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ മിക്ക സ്കൂളിൽ ഇറ്റ്സ് ബീങ് സ്കിപ്ഡ്. അത് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അതായത് നമ്മൾ കാണാത്ത ഒരു സാധനത്തിന് നമുക്ക് കൗതുകം കൂടും. നമ്മുടെ പേരൻസോ നമ്മുടെ ടീച്ചേഴ്സോ നമ്മളെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അവരത് അറിയും, എന്തായാലും അറിയുമല്ലോ. വെൻ യു ഹോർമോൺ സെർച്ച് നമ്മൾ പോയി സെർച്ച് ചെയ്യും, ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യും കൂട്ടുകാരുടെ അടുത്തുനിന്ന്. ചിലപ്പോൾ നമുക്ക് നല്ല ഒരു നോളജ് അല്ലെങ്കിൽ ശരിയായൊരു നോളജ് ആയിരിക്കണം എന്നില്ല കിട്ടുന്നത്. ഇപ്പം എൻ്റെ ഈ ഫോട്ടോഷൂട്ടാണെങ്കിലും കാണുന്ന, ഞാൻ പറയുന്ന കുട്ടികളുണ്ട്. സോ ഇതും നോർമൽ ശരീരഭാഗമാണ്. യുവർ മദർ ഓൾസോ ഹാസ് ദിസ്, യുവർ സിസ്റ്റർ ഓൾസോ ഹാസ്. നാളെ നിൻ്റെ കുട്ടിക്കും ഉണ്ടാകും. സോ ആരോടാണ് നിനക്ക് വികാരം തോന്നേണ്ടത്, ആരോടാണ് നിനക്ക് തോന്നാൻ പാടില്ലാത്തത് എന്നുള്ളത് പേരൻസും ടീച്ചേഴ്സും പഠിപ്പിച്ചു കൊടുക്കണം. അത് അവോയ്ഡ് ചെയ്യുമ്പോൾ ദേ വിൽ ഗെറ്റ് ബാഡ് നോളജ് ഫ്രം എനിവെയർ. അതവരെന്തായാലും കണ്ടുപിടിച്ചിരിക്കും എവിടെന്നെങ്കിലും. അപ്പോൾ ശരിയായ ഒരു രീതിയിലായിരിക്കില്ല അതവർക്ക് കിട്ടുന്നത്. പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കഴിഞ്ഞപ്പോൾ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, കുറച്ചുകൂടെ ബിസിയറായി, കുറച്ചും കൂടെ ഒരു സ്ട്രെങ്ത് വന്നു. ഫസ്റ്റ് വീഡിയോ വൈറലായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കമൻസ് വന്നപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഇരുന്ന് കരഞ്ഞു. ആദ്യത്തെ ദിവസം ഇതെന്താ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. ഒരു പെർട്ടിക്കുലർ കമൻറ്റ് വന്നപ്പോഴാണ് ആക്ച്വലി ഞാൻ കരഞ്ഞത്. പാലാരിവട്ടം പാലോ വൈറ്റില പാലോ ആയതുകൊണ്ടോ അതിൻ്റെ അടിയിൽ നിൽക്കുന്ന സ്ത്രീകളെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഐ ഡോണ്ട് മീൻ എനിത്തിങ് ബാഡ് ടുവേർഡ്സ് ദെം. പക്ഷേ അതെ, എന്നെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ മൈ ഫാമിലി ഈസ് ഓൾവേസ് വെരി സപ്പോർട്ടീവ്. അങ്ങനെ പല ആൾക്കാരും പലതും പറയും. യു നോ യുവർ സെൽഫ്, എവറി പീപ്പിൾ അറൗണ്ട് യു ഓൾസോ നോ. നീ അത് വിഷമിക്കേണ്ട കാര്യമില്ല. യു ഡു വാട്ട് യു വോണ്ട് ടു ഡു ഇൻ യുവർ ലൈഫ്. ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ ഒതുക്കി വെക്കേണ്ട കാര്യമില്ല എന്ന്. ജീവിതത്തിലിപ്പോൾ കഴിഞ്ഞ വർഷത്തോ ഈ വർഷത്തോ മാത്രം തർജ്ജിമ ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാകാം, ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാകാം? ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ കുറച്ചുകൂടെ ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ കോസ്റ്റ്യൂംസൊക്കെ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കാൻ നോക്കുന്നുണ്ടാവാം. കാരണം നമ്മുടെ ഇപ്പോൾ ആൾക്കാർ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അതേപോലെ എന്തെല്ലാം മാറ്റങ്ങൾ വൈറലായതിനു ശേഷം ജീവിതശൈലിയിൽ കൊണ്ടുവന്നു? ഡ്രസ്സിങ്ങിൽ മാറ്റം വന്നിട്ടില്ല ആക്ച്വലി. ഞാൻ ഇങ്ങനെ തന്നെയാണ് ഡ്രസ്സ് ചെയ്തിരുന്നത് മുമ്പും. അത് ഞാൻ കമൻസിലെ ആൾക്കാരോട് പറയുന്നുണ്ട്. ഞാൻ നോർമലി ബീച്ചിൽ പോകുമ്പോൾ ഇങ്ങനെ തന്നെ ഇടുന്നത്. ദാറ്റ് ഈസ് ഫോട്ടോഷൂട്ടിലും അങ്ങനെ തന്നെ. ഇറ്റ്സ് നോട്ട് ഫോട്ടോഷൂട്ടിൽ വൈറലാവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് എടുത്തിട്ടതൊന്നുമല്ല എന്നുള്ളത്. ഞാൻ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇപ്പോഴും ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ മേക്കപ്പ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതൊരു ഹെഡേക്ക് ആയി പോയെന്ന് തോന്നുന്നു. എവിടെ പോയാലും ഇപ്പം മേക്കപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെ സ്വരൂപത്തിൽ കണ്ടാലോ ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിലോ. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണേ, ഇതേപോലെ തന്നെ ഞങ്ങൾ, അതായത് ഇവിടെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സുഹൃത്തുക്കളായിട്ട് പുറത്ത് പോയ സമയത്ത് ഞങ്ങളൊരു ഒരു വ്യക്തിയെ കണ്ടു.
അപ്പോൾ അടുത്തിരുന്ന ആൾ പറഞ്ഞു, ദേ ആയിരിക്കുന്ന വ്യക്തിയെ കണ്ടോ, ഇന്ന പോലെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു. അപ്പം തന്നെ അടുത്ത ആളുടെ ഓൺ ദ സ്പോട്ട് കമൻറ്റ്, ഇനി അയാളോട് മേക്കപ്പ് ഇട്ട് പുറത്ത് വരാൻ പറയണം കേട്ടോ, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാക്കില്ല. അതേപോലെ മേക്കപ്പ് ഇടുക കഴിയുകളെ ഇത് തന്നെ. മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ ഓർത്ത് മേക്കപ്പ് ഇടും. പിന്നെ ആരെങ്കിലും അങ്ങനത്തെ ഫോട്ടോ എടുത്തിട്ടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെയാണ് ഇപ്പൊ മെയിനായിട്ട് മാറ്റങ്ങൾ എന്ന് പറയണത്. പിന്നെ ചിലപ്പോ ഇനി വല്ല ആൾക്കാര് നേരിട്ട് തെറി പറഞ്ഞാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയും ഇല്ലാതില്ല. പിന്നെ ഫോൺ ഇസ് ഓൾവേസ് റിംഗിങ്. ആ ഒരു പേടി നമുക്ക് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ കമന്റ്സിന്റെ ബാക്കിൽ തന്നെ ആയിരിക്കണം. അതെ. ട്രോളർമാരുടെ ട്രോളുകളൊക്കെ എങ്ങനെയുണ്ട്? കുറേ ട്രോളുകളൊക്കെ ഞാൻ കണ്ടു. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. യൂട്യൂബിനും ഒരു ക്രൗഡിൻ്റെ ഏജിൻ്റെ ഡിഫറൻസ് ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഫേസ്ബുക്കിൽ കുറച്ചും കൂടി ഒരു മെച്ചോർഡ് ക്രൗഡാണ്. മെച്ചോർഡ് എന്ന് വെച്ചാൽ ഏജിൽ മെച്ചോർഡ്, നോട്ട് ഇൻ ദെയർ കമൻസ് വളരെ മോശമാണ്. മനസ്സിലായി. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചും കൂടെ ഒരു യങ്ങർ ക്രൗഡാണ്. അപ്പോൾ കുറച്ചും കൂടെ ഭേദപ്പെട്ട കമൻസാണ്, പോസിറ്റീവ് കമൻസ് അവിടെ ഉണ്ട് ഒരുപാട്. സോ അതൊരു നല്ല കാര്യമാണ്. കുറച്ച് പോസിറ്റീവ് കമൻസും ഉണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഡോക്ടർ അമരേന്ദ്രനാഥ് പ്രണയത്തിലാണ്, ഷോർട്ട് ഫിലിമിലാണെങ്കിലും കുറേ പേര് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. യു ഗോട്ട് പൊട്ടൻഷ്യൽ അങ്ങനെ നല്ല ഒപ്പീനിയൻ ഉണ്ട്. അപ്പോൾ അതും കമൻസ് എല്ലാം മോശമല്ല, പിന്നെ മോശം കമൻസ് വേണമല്ലോ, നമ്മൾ ഇമ്പ്രൂവ് ആവട്ടെ. അല്ല, ഇവരുടെ കമൻസ് ആണല്ലോ നമ്മളെ വളർത്തുന്നത്, വീഡിയോ റീച്ചിലേക്ക് എത്തിക്കുന്നതും. നമ്മളെ വൈറലാക്കാനും ഇവരുടെ കമൻസ് എന്തായാലും കൂടിയേ തീരത്തുള്ളൂ. നല്ലതാണെങ്കിൽ അത്രയും സന്തോഷം, അത്ര തന്നെ. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് വന്ന അതായത് ഈ സോഷ്യൽ മീഡിയ വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പേരൻസൊക്കെ പുറത്തു പോകുമ്പോൾ അവർക്ക് പബ്ലിക് ചെയ്യുന്ന ഒരു റെസ്പോൺസ് കിട്ടും. അങ്ങനെ എന്തെങ്കിലും പേരൻസോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലുമൊക്കെ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടോ? എൻ്റെ സിസ്റ്റർ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇപ്പോൾ പബ്ലിക് പ്രൈവറ്റ് ആക്കി മാറ്റി. ഒരുപാട് മെസ്സേജസ് ഒക്കെ ചെന്നിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ എന്നെ മാത്രമല്ല, അത് എല്ലാവരെയും നമ്മുടെ ഫാമിലി മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് വിധത്തിലും. ഓക്കെ, നമുക്ക് പുതിയ ഷോർട്ട് ഫിലിമിന് ശേഷം ഒരു പാട്ട് പാടിയിരുന്നു, അതിന്റെ 4 വരികളും കൂടെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടുണ്ട്. അന്നേ എന്നെ നിർബന്ധിച്ച് പാടിയതായിരുന്നു. എന്നോട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു വന്നിട്ട് അവിടെ വന്നിട്ട് പെട്ടെന്നൊരു പേന ഒരു പേപ്പറും തന്നു പറഞ്ഞു. അല്ല, പെട്ടെന്ന് ഒരു 3 പേജിൽ പാട്ടങ്ങോട്ട് എഴുതി ട്യൂണും സെറ്റാക്കി എന്നോട് പാടിക്കുമെന്ന് പറഞ്ഞു. കുറേ നിർബന്ധിച്ച് എന്നെ പാടിച്ചത്. ശരി, പാടണോ നിർബന്ധമാണോ? ഒരു 4 വരി. ഡോക്ടർ അമരേന്ദ്രൻ പ്രണയത്തിലാണ്, നോട്ടത്തിലോ കോമഡി ഡോക്ടർ, കാര്യത്തിലോ സീരിയസ് ഡോക്ടർ. ഡോക്ടർ അമരേന്ദ്രൻ പ്രണയത്തിലാണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മുടെ കൂടെ കുറേ സമയം ചിരിച്ചും കളിച്ചും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്തു ഡോക്ടർ പമ്പ. നമുക്കിനി മറ്റൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം.